ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയുണ്ടായി, ചിലർ തെറ്റ് ചെയ്യാതിരുന്നിട്ടും ശിക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ശ്രീകൃഷ്ണൻ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, പണ്ട്, വളരെ പണ്ട്, ഒരു രാജാവിന് ഒരാഗ്രഹമുണ്ടായി. തൻ്റെ പ്രജകളെ മുഴുവൻ സദ്യ കഴിപ്പിക്കണം. രാജാവിൻ്റെ ആഗ്രഹപ്രകാരം രാജ്യത്തെ മുഴുവൻ ആളുകളും സമയാനുസൃതം വന്നു തുടങ്ങി. വന്നവരെല്ലാം വയറു നിറച്ച് തൃപ്തിയോടെ മടങ്ങുന്ന കാഴ്ച രാജാവ് മനസ്സ് നിറയെ കണ്ടു. അങ്ങനെ അവസാന പന്തിയായി. അവസാന പന്തിയിൽ അവസാനമിരിക്കുന്നയാളിന് സ്വന്തം കൈകൊണ്ട് തന്നെ ആഹാരം കൊടുക്കണമെന്ന് രാജാവിന് തോന്നലുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ആഹാരം നിറച്ച പാത്രങ്ങളുമായി അവസാനമിരിക്കുന്ന ബ്രാഹ്മണൻ അരികിലേക്ക് നടന്നു. രാജാവ് ആഹാരം വിളമ്പുന്ന അതേ സമയം ആകാശത്തിലൂടെ ഒരു പരുന്ത് ഒരു സർപ്പത്തെ തൻ്റെ കാലിൽ അമർത്തി പിടിച്ചുകൊണ്ട് തൻ്റെ കൂട്ടിലേക്ക് പറക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം പിടഞ്ഞ സർപ്പത്തിൻ്റെ വായിൽ നിന്നും 2 തുള്ളി വിഷത്തുള്ളികൾ താഴെ കൂർന്ന് ബ്രാഹ്മണന്റെ ആഹാരത്തിൽ പതിച്ചു. അതറിയാതെ ഭക്ഷണം കഴിച്ച ബ്രാഹ്മണൻ അവിടെ തന്നെ മരിച്ചു വീണു. ഇത് കണ്ടുകൊണ്ടിരുന്ന യമധർമ്മൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ശരിക്കും ബ്രാഹ്മണന്റെ ഹത്യയ്ക്ക് കാരണക്കാരൻ ആരാണ്? രാജാവിന് ബ്രാഹ്മണനെ കൊല്ലുവാനുള്ള യാതൊരു കാരണവുമില്ല. മാത്രമല്ല, ബ്രാഹ്മണന്റെ മരണത്തിൽ രാജാവ് അതീവ ദുഃഖിതനുമാണ്. എന്നാൽ പരുന്ത് തൻ്റെ ഇരയുമായിട്ട് പറക്കുകയായിരുന്നു. ഇരയെ വേട്ടയാടുന്നത് പരുന്തിനെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല. വിഷം പാമ്പിൻ്റേതാണ്. എന്നാൽ പാമ്പ് മനഃപൂർവ്വം ബ്രാഹ്മണന്റെ ഭക്ഷണത്തിലേക്ക് വിഷം ഇറ്റിച്ചതല്ല. തൻ്റെ ജീവരക്ഷാർത്ഥം ശിരസിളക്കിയപ്പോൾ അറിയാതെ തെറിച്ചുപോയ വിഷത്തുള്ളികളാണ്. യമധർമ്മൻ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിരിക്കുമ്പോൾ 2-3 ആളുകൾ രാജാതിർത്തി കടന്നു വരുന്നത് കണ്ടു. അവരിലൊരാൾ അടുത്ത് കണ്ട സ്ത്രീയോട് ചോദിച്ചു, രാജകൊട്ടാരത്തിലേക്ക് എത്ര ദൂരമുണ്ട്? പെട്ടെന്ന് സ്ത്രീ പരിഹാസച്ചിരിയോടെ മറുചോദ്യം ചോദിച്ചു, വിഷം കൊടുത്ത് ബ്രാഹ്മണനെ കൊന്ന രാജാവല്ലേ? പെട്ടെന്ന് യമധർമ്മൻ വിധി നിർണയിച്ചു, കൊലപാതകി ആ സ്ത്രീയാണ്. കാരണം രാജാവോ പരുന്തോ സർപ്പമോ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ സ്ത്രീ വാസ്തവമറിയാതെ രാജാവിനെ കൊലപാതകി ആക്കിയിരിക്കുന്നു. കഥ കേട്ട് അർജുനന്റെ മുഖം തെളിഞ്ഞു. ശരിക്കും ഇതുതന്നെയല്ലേ ഏഷണിക്കാർക്കും കുടുംബം കലക്കികൾക്കുമുള്ള ശിക്ഷ?